Hi and welcome back to my YouTube channel. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ താജ് കോർണമെന്റിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈയിൽ വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മെറീന ബീച്ചിൽ പോയിട്ട് സീ ഫുഡ് കഴിക്കണം എന്ന് ഞാൻ കുറെ നാളായിട്ട് എന്റെ പല വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ട്രീറ്റിൽ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ കഴിക്കണം എന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നെവർ ഹാവ് ഐ എവർ ഹാഡ് സ്ട്രീറ്റ് ഫിഷ് ഫ്രൈ ഞാൻ കഴിച്ചില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇവിടെയായിരുന്നു ബെസ്റ്റ് എന്ന് ഞാൻ കുറെ ഫുഡ് വ്ളോഗേഴ്സിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം ലഞ്ച് കഴിക്കാൻ പോകും ഒബ്വിയസ്ലി. പിന്നെ ഈവനിങ് ഒന്ന് ആയിട്ട് സൺ ഒന്ന് ഡൗൺ ആയിട്ട് അവിടെ പോകുന്നുള്ളൂ. ഹായ് ഹായ്. ഓക്കെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ചെന്നൈ എപ്പോ വന്നാലും. അത് എന്തോ ഈ പ്ലേസിന് ഉണ്ട്. അത് ഒരു പോസിറ്റിവിറ്റി വേണമെന്ന് പറയാം. അത്രയ്ക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ ക്ലൈമറ്റ് ആയ രീതിയിലും ട്രാഫിക് ഒന്നും നമ്മുടെ അനുകൂലമല്ല. ഓക്കെ, പക്ഷെ എന്തോ ഉണ്ട് ഒരു പ്രത്യേക ഒരു ഫീല്. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് ഇന്ന് പുറത്ത് പോയ എനിക്ക് വേറെ സാധനം ഉണ്ടല്ലോ. എന്ത് സാധനം? മുളകാ ബജി. ഓ, അതൊക്കെ കിട്ടും. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞ കപ്പച്ചക്ക കാന്താരി. അവിടെ അന്ന് അമ്മ, അമ്മു, ഞാൻ, ഇഷാനി, അമ്മുവിന്റെ ഫ്രണ്ട് നിവേദയൊക്കെ ആയിട്ട് പോയായിരുന്നു. അത് അമ്മ വല്ല വ്ളോഗ് എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ കാണ്ട് റിമെമ്പർ. നമ്മളാരും എടുത്തില്ല. സോ ആ ഹോട്ടൽ റെസ്റ്റോറന്റിലാണ് നമ്മളിപ്പോ പോകുന്നത്. അവിടെ അന്ന് ഞാൻ പോയപ്പോ നല്ല ചോറും സാമ്പാറൊക്കെ കിട്ടി. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു അത് നല്ല. അപ്പൊ ഞാനല്ല പറഞ്ഞു, എന്റെ അമ്മയാണ് ആക്ച്വലി റെക്കമെൻഡ് ചെയ്തത്. ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്നോട് അമ്മയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല ചെന്നൈയില്. വിളിച്ചപ്പോ തന്നെ അമ്മ ഉടനെ കപ്പച്ചക്ക കാന്താരി നല്ലതാണ്. അപ്പൊ അശ്വിൻ എന്നെ ഇങ്ങനെ പതുക്കെ നോക്കിയിട്ടു, എന്റെ അമ്മയ്ക്കൊന്നും അറിയില്ലല്ലേ എന്ന്. സോ അമ്മയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അശ്വിൻ ഗണേശൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ. റാപ്പിഡ് ബുക്ക് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ കൃഷ്ണമൂർത്തി താഴെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഹറി. ഇപ്പോഴേ എന്തോന്ന് പറയണേ? ഞാൻ കളയും. ഞാൻ ഇപ്പോഴേ കൊണ്ട് മെറീന ബീച്ചിൽ തട്ടാൻ പോകും. സോറി, നമ്മൾ എപ്പോഴും റൂമിൽ നിന്ന് ഇറങ്ങി തെറ്റ് വഴി നടന്നു. അങ്ങനെ നമ്മളിതേ ക്യാബിൽ കയറിയിട്ടുണ്ട്. അശ്വിൻ എക്സൈറ്റഡ് ആണോ? നല്ല വിശപ്പുണ്ടല്ലേ? അതെ, എന്നെ കാരണമാണ് എപ്പോഴും നമ്മൾ ലേറ്റ് ആവുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പം അവിടെ ആകുമ്പോൾ നല്ല ചോറും സാമ്പാറും ഫിഷൊക്കെ കിട്ടും. അശ്വിന് അവിടെ ചിക്കനൊക്കെ നല്ല ഉണ്ടാവും മിക്കവാറും ഓപ്ഷൻസ്. എനിവേസ്, അപ്പോൾ അവിടെ എത്തിയിട്ടാണ്. ഓ ശരി, അവന് ഉച്ചയ്ക്ക് വെജാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളിതേ അകത്ത് സീറ്റൊക്കെ ഒപ്പിച്ചു. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ചോറും സാമ്പാറും ഒക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണോ? അവിയലും പറഞ്ഞു അല്ലേ? ഇവിടെ ഞാൻ പൈനാപ്പിളിന്റെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി യമ്മി. അപ്പൊ അതും വരുന്നുണ്ട്. അത് പിക്കിൾ വരുമ്പോ നമുക്ക് പിക്കിൾ ഉള്ളപ്പോ ചോദിക്കാം. നമുക്ക് നല്ല വിശപ്പല്ലേ? ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു കോഡ് സെറ്റാണ്. സെയിം ഇതും പാൻറ്റും ഫ്രം വെബ്സൈറ്റാണ്. ചിലവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കും. ദിസ് ഇസ് മൈ ഐ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക് ഔട്ട്ഫിറ്റ്. വളരെ ലൂസായിട്ട് കംഫർട്ടബിൾ ആയിട്ട്. റൈറ്റ്? പൊക്കി വെക്കാൻ സ്റ്റൈലായിരുന്നു. അശ്വിന് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫ്രം വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടു. ഇനി ഫുഡ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തെന്നുള്ളത് കാണിച്ചു. എൻ്റെ പ്രോൺസ് മസാല വന്നു, അശ്വിൻ്റെ നന്നാരി വന്നു, എൻ്റെ ഗോലി സോഡ വന്നു, ഓറഞ്ച് ഗോലി സോഡ. ആ, താങ്ക് യു. ഇതത് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാ? എനിക്ക് തുറന്നു തരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തുറന്നോളാം. എനിക്ക് അടിപൊളി. ഇത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പൈനാപ്പിൾ സം തൊക്ക് ഓർ തേങ്ങ സംതിങ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ലാസ്റ്റ് ടൈം വന്നപ്പോഴും പറഞ്ഞായിരുന്നു. സാമ്പാർ വന്നു, ഇറച്ചിക്കറി, പൊന്നി റൈസ്, പപ്പടം, പൊടിച്ച പപ്പടം. ഓക്കെ, എൻ്റെ വൈറ്റ് റൈസ്, അവിയൽ. താങ്ക് യു. Wow, happy.
അവരൊക്കെ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നോ. അമ്മ സജസ്റ്റ് ചെയ്ത സാധനം അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. സാമ്പാറല്ലേ തൻ്റെ ഫേവറേറ്റ്, അത് ഇച്ചിരി കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? കഴിച്ചാലോ? അങ്ങനെ നമ്മളിതേ നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ സൗക്കാർപേട്ട് വരെ ഒന്ന് പോവുകയാണ്. അവിടെ ജസ്റ്റ് ചുമ്മാ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ വെറുതെ ഒന്ന് അടിച്ചു പൊളിക്കാം. അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് വല്ല. കാരണം അശ്വിൻ തന്നെ പറഞ്ഞു തിരക്കിനിടയിൽ ഫോണൊന്നും എടുക്കേണ്ട, പണി കിട്ടുന്നു. അവിടെ ഞാൻ അവിടുത്തെ ബിറ്റ് ചിലപ്പോൾ കാണിക്കത്തില്ല. ഐ ജസ്റ്റ് ഗോ ആൻഡ് ഞാൻ അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. നമുക്കിനി മെറീന ബീച്ചിലെ ഫിഷ് ഫ്രൈ എത്തിയിട്ട് കാണാം അല്ലേ? കഴിക്കില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോട്ടൽ കിട്ടി. അടിപൊളി നാട് കേട്ടോ ചെന്നൈ. എനിക്ക് കിട്ടണം പേരും പേരും. ഓക്കെ, നമ്മള് ആദ്യം വി ബുക്ക് ക്യാബ് ഫോർ സൗക്കാർപേട്ട്. പക്ഷേ ആ ക്യാബുകാരൻ തന്നെ വളരെ ഓണസ്റ്റ് ആയിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞു, സർ എൻ്റെ വണ്ടി അതിനകം വരെ പോകില്ല, ഞാൻ നിങ്ങളെ വഴിയിൽ ഇറക്കി വിടുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എക്സൽ ക്യാബും ബുക്ക് ചെയ്ത് 500 രൂപയും കൊടുത്ത് വഴിയിൽ വെയിലത്ത് നടന്നു പോകാനാണെങ്കിൽ വേണ്ട, സാരമില്ല, അതങ്ങ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഓട്ടോ എടുത്തത്. ഓട്ടോ മാത്രമേ അതിനകത്ത് പോകത്തുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. വെരി ക്യൂട്ട് ഏരിയ കാണിച്ചു തരാം. നമ്മുടെ അവിടുത്തെ ഒരു കവടിയാർ വൈബ് അല്ലേ? എനിക്ക് ഇത്തരം മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമാണ്. നല്ല തണല് പോലെ. സ്കൂട്ടറിലൊക്കെ പോകുന്നവർ ആ തണലിൽ കൂടെ പോകുമ്പോൾ ഒരു സമാധാനമായിരിക്കും അല്ലേ? സ്കൂട്ടറല്ല, സോറി, ബൈക്കിലും. ഇവിടെ നമ്പർ നോക്ക് വണ്ടിയുടെ 777. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. മെഡ്രാസ് പട്ടണം വൈബ്. പാലസ് കോർണർ, സെൻട്രൽ സ്ക്വയർ, ചെന്നൈ സബേൺ ടെർമിനൽ. നമ്മുടെ അവിടെ ഒരു ചാലയല്ലേ? സത്യം നല്ല ക്രൗഡഡ് ആണ്. ഗ്യാസ് സ്റ്റൗ മറ്റേ ലൈവായിട്ട് വെളിയിലൊക്കെ കുക്ക് ചെയ്യുന്നതല്ലേ? സ്ട്രീറ്റ് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ. കൊതിയാവും നമുക്ക് അതിൻ്റെ ഇടയിൽ ഇരുന്നുണ്ട്. എന്തിനാ കൊതിയാവുന്നത്? സ്ട്രീറ്റ് ഷെഫ് ആവാൻ താല്പര്യമുണ്ടോ? അത് കിട്ടുന്ന സാധനം സിംഗപ്പൂരിൽ കിട്ടും, നമ്മുടെ വീട്ടിലുണ്ട്. അമ്മയെടുത്ത് വെച്ചാൽ വീട്ടിൽ അമ്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും വല്ലതും ഒക്കെ. ഒരു പാത്രം തരുമെന്ന് ചോദിക്കേ നമ്മുടെ വീട്ടിലത്തേക്ക്. ഇവിടെ ഫുൾ ടൈം ഇതുപോലെ ട്രാഫിക് ആണെന്നാണ് പറയുന്നത്. കുട്ടി അമ്പലമാണെന്ന് തോന്നുന്നു, ക്യൂട്ട് അമ്പലം. സ്റ്റീൽ പാത്രങ്ങളുടെ കട. ഇവിടേക്കുള്ള കടകളുടെ തിരക്ക് കണ്ട് തല കറങ്ങുന്നു. എനിക്ക് തല കറങ്ങുന്നേ എന്റെ ആണ്. പക്ഷെ ഈ തിരക്കിന്റെ ഇടയിലുള്ള ചൂട് ജലേബിയൊന്നും എനിക്ക് വേണ്ട. നമ്മളിത് ഇവിടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റ് ആയി. ഒരു 4-5 മണിക്കൂർ ഇവിടെ പോയ കാര്യം നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ മെറീന ബീച്ചിന്റെ പ്ലാനൊക്കെ എയറിലായി, നമ്മുടെ മോളിലെ പ്ലാൻ എയറിലായി. അതുകൊണ്ട് നമ്മളിപ്പോ എല്ലാം ഇനിയിപ്പോൾ നമ്മൾ നാളെ കാണിച്ചു. ഇപ്പൊ നമ്മൾ തൽക്കാലം ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാം. ഇന്ന് മൊത്തം ഫുഡ് കണ്ടന്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഫുൾ ഫുഡ് കണ്ടന്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ ഞാൻ അമ്മൂൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വെറുതെ കാണിക്കുന്നില്ല, അത് വെറുതെ അലമ്പായി പോവും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോവും. നാളെ നമ്മുടെ കണ്ടന്റ് എന്തായാലും നമ്മൾ നാളെ എന്തായാലും മറീന ബീച്ചിൽ പോകണം കേട്ടോ. നാളെ കൺഫേം. അപ്പോൾ നാളെ പോകുമ്പോൾ അത് കാണിച്ചു. ഇതുവഴി വണ്ടിയിൽ പോകണമെങ്കിൽ ആർക്കായാലും പ്രൊഫഷണൽ ഡ്രൈവർ ആയിരിക്കണം. കാരണം ഇവിടെ ആൾക്കാർക്ക് പോലും വണ്ടിയോട് ഭയമില്ല. അവർ വണ്ടിയുടെ മുമ്പ് ചാടിത്തരും, ഇടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇവിടെ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട് കേട്ടോ, ഇങ്ങനത്തെ പാർട്ടി ഐറ്റംസ് ഒക്കെ. പക്ഷേ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടും തിരക്കും, അങ്ങനത്തെ വണ്ടി കയറില്ല, നടക്കേണ്ട വരും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. എനിക്ക് അശ്വിന് വിശന്ന് വയർ കരിഞ്ഞു. നമ്മൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്, ബുഹാരി ഹോട്ടൽ. അത് ഇവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അല്ലേ?
അമ്മോ, ഇവിടെ എന്താ അടി ഉണ്ടാക്കുന്ന എല്ലാരും കൂടെ. ഇവിടെ റോഡിൽ എന്തൊക്കെയോ അലമ്പ്. അങ്ങനെ നമ്മൾ ഇതേ ബുഹാരി ഹോട്ടലിൽ വന്ന് കഴിച്ചു. അശ്വിൻ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എന്നാ പേ ചെയ്തു. ഓക്കെ, ബില്ല് 1000 മുകളിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചേക്കാൾ കുറച്ച് കൂടിപ്പോയി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ടാജിലോട്ട് പോകും. ഇത് അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ആക്ച്വലി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്നലത്തെ അതേപോലെ കപ്പ ചക്ക കാന്താരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ. അത് കഴിഞ്ഞ് നല്ല വെയിലായിട്ട് നമ്മൾ ഇപ്പോഴൊന്നും മെറീന ബീച്ചിൽ പോവില്ല. ഇഷാനി എന്നോട് ചോദിച്ചു ഇവിടെ മോളിൽ വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഹീൽസ് വല്ലതും നോക്കി തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന് മോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ വലിയ മോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒരു റീസൺ ആക്കി എടുത്ത് അശ്വിൻ പറഞ്ഞു ഇവിടുത്തെ ഫീനിക്സ് മോൾ കൊള്ളാന്നല്ലേ. വലിയ മോളാണെന്ന് ഇവിടുത്തെ. ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഞാൻ ബാംഗ്ലൂർ ഫീനിക്സ് മോളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫീനിക്സ് മോൾ ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ കുറച്ച് ബ്രാൻഡഡ് ചെരുപ്പ് കടകളൊക്കെ കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കപ്പച്ചക്ക കാന്തൽ നമ്മൾ ഇന്നലെ പോയ സെയിം ഫുഡും സെയിം സാധനങ്ങളും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് മോളിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഇത് ഓർഡർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തു കോക്കനട്ട് സൂപ്പിലേക്ക്. കാണുന്ന രസമില്ലേ? ഞാൻ അന്ന് അമ്മയൊക്കെ ആയിട്ട് അതൊക്കെ കഴിച്ചു. അത് സൂപ്പറായിരുന്നു. ഒന്നുകൂടെ കഴിച്ചു. It's like coconut ice cream. ആണോ? ഒരു മിനിറ്റ്. നല്ലല്ലേ? ഒരു പാവം ഡെസേർട്ട് അല്ലേ? പാവം വായി വെക്കുമ്പോ അലിഞ്ഞു പോവും. അശ്വിനും ഞാനും ഒരിക്കലും ഡെസേർട്ട് കഴിക്കാത്തവരാണ്. നമ്മളിത് കഴിക്കുന്നെങ്കിൽ ഇത് അത്ര നല്ലതാണ്. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതിങ്ങനെ ഇരിക്കാവോ പുഡിങ്? ലൈക്ക് എ ജെല്ലി. തിക്കാകുമ്പോഴാണ് നമ്മൾ കഴിക്കാത്തല്ലേ? ഈ പുഡിങ്ങിന്റെ പേര് ക്ലൗഡ് പുഡിംഗ് എന്നാണ് കേട്ടോ. 195 റുപ്പീസ് ആണ്. ബാക്കിയുള്ളത് മുഴുവൻ തിന്ന് തീർത്തോണ്ടിരിക്കുകയാണ്. പൊതുവെ ഇവൻ എന്തെങ്കിലും ഡെസേർട്ട് 2 സ്പൂൺ കൊടുത്താൽ കഴിച്ചിട്ട് ഓക്കെ മതി ഇനി നീ കഴിച്ചോ എന്ന് പറയാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുൾ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ ശരിക്കും? നല്ല ഷർട്ടാണല്ലോ. എവിടെന്നാ? നമ്മളങ്ങനെ ഫീനിക്സ് മോൾ എത്തി. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂട്. അതെ, ടാക്സി നമുക്ക് എൻട്രൻസിന്റെ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് നടക്കേണ്ട വരുന്നുണ്ട്. നടന്ന് പൊയ്ക്കൊണ്ടിരിക്കാം. ഇവിടെ സാറ H&M എല്ലാം ഉണ്ട് കേട്ടോ. നമ്മള് മോളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇഷാനിയെ പിന്നെ വിളിച്ച് വേറൊരു മോളിലോട്ട് പോയി. അപ്പോൾ ഇഷാനിക്ക് വേണ്ടി ചെരുപ്പൊക്കെ തപ്പി അവിടെ കുറേ സമയം പോയി. അങ്ങനെ നമ്മൾ പിന്നെ മെറീന ബീച്ചിലോട്ട് പോയാൽ അവിടെ നമ്മൾ റൂട്ട് പുറത്തോട്ട് കാറും കൊണ്ട് ഇറങ്ങി തന്നെ സൺഡേ ആയതുകൊണ്ടാണോ അറിയത്തില്ല. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കുന്ന പോലത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ തന്നെ വെച്ച് രാത്രി ഇനി ഈ തിരക്കിൽ മെറീന ബീച്ചിൽ പോകണോ എന്നുള്ളതിനെ ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ എൻ്റെ ആഗ്രഹത്തിനോട് പറഞ്ഞു വേണ്ട സാരമില്ല എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി നമ്മൾ ദി മെറീന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി സമാധാനിക്കാന്ന് വെച്ചാൽ അത് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ടാജിൽ തന്നെ ഇരിക്കുക. തിരിച്ച് ടാജിലെ റിസപ്ഷനിൽ വന്നു. നമ്മൾ H&M കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് കാണിച്ചു തരാം. സൂപ്പർ സാധനങ്ങളല്ല. I even gifted him a new watch. Kenneth Cole. I'll show everything. അപ്പോൾ ഇപ്പൊ ടാക്സി വന്നു. അപ്പൊ നമ്മൾ ഇറങ്ങി മെറീന റെസ്റ്റോറന്റിൽ പോട്ടെ. അവിടുത്തെ ഫുഡൊക്കെ എന്താ ഓർഡർ ചെയ്ത് നമ്മൾ ഇതിനെത്തി. ഭാഗ്യം വലിയ തിരക്കില്ല. പല ടൈപ്പിലെ ഫിഷ് ഉണ്ട് കേട്ടോ. ഫ്രഷ് ക്യാച്ച് ഓഫ് ദി ഡേ. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. എന്തായാലും മെറീന ബീച്ചിൽ പോകാൻ പറ്റില്ല. ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ മെറീന എന്നൊരു ഹോട്ടല് ഫുൾ സീ ഫുഡാണ്. അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫിഷ് ജ്യൂസ് ചെയ്യാൻ പോയിട്ടുണ്ട്. കാണിച്ചു തരാം. ഫിഷ് ജ്യൂസ് ചെയ്യാൻ പോയിട്ടുണ്ട്.
അശ്വിന് വന്ന് കയറിയപ്പോ തന്നെ അവിടെ ഫിഷ് ഒക്കെ കൂടെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. ഭയങ്കര സസ്സായി പോയി അല്ലേ? അത് മാത്രമേ കാണുമെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഭാഗ്യത്തിന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടു അല്ലേ? ഞാൻ എന്തൊക്കെയാ ഓർഡർ ചെയ്തെന്ന് അറിയോ? ചോറ്, മലബാർ, അതെന്ത് കറിയെന്ന് എനിക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എന്തോ ചോറിൽ ഒഴിക്കാനുള്ള കറിയാന്ന് പറഞ്ഞു. മലബാർ വെജിറ്റബിൾ കറി, പിന്നെ വെജിറ്റബിൾ കറി. അത് ഫിഷ് അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞൊരു വലിയ ഫിഷ് ഉണ്ട്. ആ ഫിഷിന്റെ തന്തൂർ ഗ്രില്ല് ചെയ്ത് തരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ചോറും കറിയും ഫിഷ് ഫ്രൈയും പോലെ ഇരിക്കും. എന്താ സത്യം നന്നായാ മതി. അത് ഗ്രില്ല് ചെയ്യുന്ന കണ്ടപ്പോ കൊതിയായി. എനിക്ക് സത്യം പറഞ്ഞ മെറീന ബീച്ചിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തളർന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചപ്പല ഇട്ടിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കാല് ഒടിഞ്ഞു പോയി. അത്ര വേദനയാണ്. ഒരുപാട് നടന്നു, 2-3 മോളിലായിട്ട് കയറി ഇറങ്ങി. മറീന ബീച്ച് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. ബിക്കോസ് റോഡ് ഫുൾ ക്രൗഡായിരുന്നു. ക്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്നാണ് ഒന്നും ഹോട്ടലിൽ കവർ കൊണ്ട് വെക്കണം തന്നെ പോയത്. അവിടെ കവർ വെച്ചിട്ട് മറീന ബീച്ചിൽ പോകുന്ന പോലെ ഇരിക്കുമായിരുന്നു. കവർ വെക്കാൻ പോയപ്പോൾ ട്രാഫിക്കിൽ കിടന്ന് തന്നെ ഇരുന്ന് മടുത്തു. അപ്പം തന്നെ ഞാൻ അശ്വിനോട് പറഞ്ഞു, ഈ ആഗ്രഹം തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം, നമുക്ക് മിണ്ടാതെ പോയി ഡിന്നറും കഴിച്ചിട്ട് റൂമിൽ പോകാം. കാരണം റൂമിൽ പോയി കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വ്ളോഗിൽ എന്തൊക്കെ മേടിച്ചു എന്ന് കാണിക്കണം. ഇന്നലെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മൊത്തം കഴിഞ്ഞിട്ട് നേരത്തെ കിടന്നുറങ്ങണം എന്ന്. ബിക്കോസ് നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏർലി മോർണിംഗ് അല്ല, 10 മണി കഴിഞ്ഞാണ് ഫ്ലൈറ്റ്. പക്ഷെ നമുക്ക് എന്തായാലും ബിഫോർ 9 എയർപോർട്ട് എത്തണം. അപ്പോൾ കുറേ ഓട്ടം ഉണ്ട്. കാരണം നമുക്ക് നേരത്തെ ലാൻഡ് ചെയ്തേ പറ്റും. മൺഡേ ആയതുകൊണ്ട് അശ്വിന് വർക്ക് ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പം അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? എല്ലാം അടിപൊളിയായി നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫുഡ് വരുമ്പോൾ കാണിച്ചു. ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് രസിച്ച് കുടിക്കുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സൂപ്പിന്റെ ടേസ്റ്റ് പോലും ഡിഫറെന്റ് ആണ്. ഹി ലൈക്സ് സോറായിട്ടുള്ള ഒരു പുളിപ്പും സാധനം ഇച്ചിരി വരുന്ന, പുളിപ്പും എരിവും വരുന്ന പോലെ തന്നെ. ഹോട്ട് ആൻഡ് സോർ. ഐ ഹേറ്റ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സ്വീറ്റ്നെസ്സും കുറച്ച് ഉപ്പും ചിക്കനും കൂടെ വരുന്നതിൽ എനിക്ക് എൻ്റെ റെഡ് സ്നാപ്പർ ടിക്ക ട്രൈ ചെയ്ത് നോക്കല്ലേ? ചിക്കനായിരുന്നു ആ ഒരു പൊടി പൊടിച്ചു തരല്ലേ? അതെ വാ. ഒരു രക്ഷയില്ലേ? ചോറൊന്ന് വന്നെങ്കിൽ തിന്നായിരുന്നു. ചിക്കൻ ടിക്കട, നമ്മുടെ ചിക്കൻ ടിക്ക കഴിക്കണം. അതിൻ്റെ അതേ സ്പൈസി മസാല കറക്റ്റ് എരിവ് തേച്ച് പിടിപ്പിച്ചു. അയ്യോ, അതും ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഐ വിൽ ഹാവ് ടു ഷെയർ ഇറ്റ്. സോ ഹാപ്പി. ബോധിയാകുന്നുണ്ടോ? இதெல்லாம் எப்படி சாப்பிட்றதுன்னு நினைக்கிறேன். இப்படி இப்போ கையில் ചോറ് വന്നു കഴിഞ്ഞു. ഇതാണ് എൻ്റെ മലബാർ വെജിറ്റബിൾ കറി റൈസ്. ഈ കറി അത്ര പോരാ, കുഴപ്പമില്ല. ഇതാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അശ്വിൻ്റെ സ്ഥിരം ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? തനിക്ക് ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ മൈൻഡ് ചെയ്യത്തില്ലെന്ന് കമൻസ് ഉണ്ട്. അതെന്താ അങ്ങനെ? ഒരു ഉത്തരം തന്നിട്ട് കഴിച്ചാൽ മതി. ഫുഡ് വന്നാൽ തനിക്ക് ചുറ്റുള്ള ആരെയും കാണാൻ പറ്റില്ല. ഓക്കെ, സോ ദേ റൂമിലോട്ട് വന്നു. 3 കവേഴ്സ് നിറച്ച് ഐറ്റംസ് ഉണ്ട്. അശ്വിൻ, ഐറ്റംസ് നമുക്ക് കാണിച്ചാലോ? യെസ്, ഞാൻ ഇവിടെ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഇന്നിവിടെ. ഇത് ഞാൻ ഫോട്ടോ എടുക്കാത്ത കുറച്ച് ജ്വല്ലറീസ് ആണ്. ഇതൊക്കെ ഓണത്തിനായി വന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഒരു നമ്മുടെ കാശിമാലയുടെ തന്നെ ഒരു ഫ്യൂഷൻ നെക്ലസ് ഉണ്ടായിരിക്കേ. പിന്നെ കെംപ് നെക്ലസിന്റെ തന്നെ ഒരു ഫ്ലവറിന്റെ ഷീറ്റിൽ വരുന്നത്. നമുക്ക് 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ഷര മാറ്റ് അട്ടികി, അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പുതിയൊരു മോഡലിൽ വരുന്ന ഒരു എന്താ പറയുക, ഷോർട്ട് ഹാരം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഗോൾഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്.
ഇതൊക്കെ ഞാൻ ഫോട്ടോസ് നാളെയാണ് എടുക്കുന്നത്. ഇതൊക്കെ അവർ നല്ല നീറ്റാക്കി റൂം സെറ്റ് ചെയ്തിട്ട് പോയതാണ്. ഇത് ബോക്സിൽ ഞാൻ കുറച്ച് സാമ്പിൾസ് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഒരു ആങ്ക്ലെറ്റ് ആണ്, ജഡാവു സ്റ്റോൺ വരുന്ന ആങ്ക്ലെറ്റ് ആണ്. കുറച്ച് പ്രീമിയം ആണ് ഇതൊക്കെ. പിന്നെ ഇതും ജഡാവു വർക്കിന്റെ തന്നെ ഒരു ലോങ് ചെയിൻ ആയിട്ട് വരും. ഈ ടൈപ്പ് എൻ്റെ ചേച്ചി ഇടുന്നത് കണ്ടിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് കൊണ്ടുവരാമോ എന്നുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു 2000 അബവ് വരും. ബട്ട് ഇറ്റ്സ് ലൈക്ക് സോ പ്രിറ്റി ആൻഡ് ഫുൾ ജഡാവു സ്റ്റോൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാസുക്കി എഡിയുടെ പുതിയൊരു കളർ ലോഞ്ചായി. എൻ്റെ നേരത്തെ ഉണ്ടായത് ഒരു പിങ്ക് ആയിരുന്നു, ഇപ്പോൾ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റൂബി റെഡ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ. ഗ്രീൻ നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് ഒരെണ്ണം ചുമ്മാ കൊണ്ടുവന്നേ ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ ആണ്, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രീനേക്കാൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഗ്രീൻ. പിന്നെ ഹൻസിക ആന്റിക് ചോക്കർ, ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആകാറായി നമ്മുടെ പേജിൽ. പിന്നെ ആഡലീന 2 ലെയറും ആഡലീന 1 ലെയറും ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ലോഞ്ചാണ് ഡയമണ്ട് നെക്ലസിൽ. പിന്നെ ഇത് പുതിയതായിട്ട് വന്ന റാണി എഡി ഹാരം, സോ പ്രിറ്റി. ഗണേഷ് അവിടെ പണി വർക്ക് തുടങ്ങിയെന്ന് തോന്നുന്നു ആള്. പിന്നെ ഇത് ഡുവൽ പത്മ ഡ്രോപ്സ് ആണ്. ഇത് ജഡാവു സ്റ്റോൺസ് വരുന്നതുകൊണ്ട് ഇറ്റ് ഇസ് 1299 ആണ് റേറ്റ്. പക്ഷേ OZ 150 കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 ഓഫും കിട്ടും ഇതിനകത്ത്. വെരി ബ്യൂട്ടിഫുൾ ഇയറിങ്സ്, പ്രീമിയം സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഇത് മാത്രം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഇതിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് വേണ്ട കാണിച്ച് ശരിയാക്കി ഞാൻ. ഇന്ന് അശ്വിൻ ഗണേശാണ് സാധനങ്ങൾ, അതും അശ്വിന്റെ ഡ്രസ്സെല്ലാം ഒരു സൈഡിൽ, എന്റെ ഡ്രസ്സൊക്കെ ഒരു സൈഡിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം ഏതൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ കടയിൽ നിന്ന് എടുത്തു എന്നുള്ളത്. ഓക്കെ, അല്ല ചില സാധനങ്ങളൊക്കെ മറ്റേ ഷോപ്പ്, നമ്മുടെ സെഫോറയുടെ സാധനമുണ്ട്, ഷോപ്പിലെ വാച്ച് ഉണ്ട്, അവ എല്ലാത്തിന്റെയും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. Come on, let's get into the vlog. Go. ആദ്യത്തെ കവർ എടുക്ക. കവർ എടുത്ത ഇവിടെ ഇരിക്കുക, ആ കാർപ്പറ്റിൽ ഇരിക്കുക, അറിയില്ല, ഞാൻ എടുത്തു തരാം. ഇരിക്കുക. ഓക്കെ, ഗുഡ് ബോയ്. എന്റെ ഡ്രസ്സൊക്കെ ഈ സൈഡിലും, തന്റെ ഡ്രസ്സ് ഇപ്പത്തും. ഓക്കെ, ആദ്യം വാച്ച് എടുക്ക്, അതിലെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. പറഞ്ഞോളൂ. ക്യാമറ തുടയ്ക്കാൻ പോയതാ ഞാൻ. It's not as thick as a jacket actually. അത് ഇതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു ഷോർട്ട് ജീൻസ് അല്ലേ? അതിന് എന്റെ ബ്രായൊക്കെ പറക്കി എടുക്കണേ എന്തിന്? ഓ, വിന്റേജ്. 2299 രൂപ. മലയാളം അറിഞ്ഞൂടാത്തവർക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ. 2299. ഓക്കെ. അടുത്തതൊക്കെ അടുത്ത വരുന്നത് ഒരു സ്വിമ്മിങ് കോസ്റ്റ്യൂം. അത് ആക്ച്വലി ഇതായിട്ട് ഇടാം, ബോഡി സൂട്ട് ആയിട്ട്. ടോപ്പ് അങ്ങനെ ഇടാം ആക്ച്വലി. നല്ല സാധനം അല്ലേ? യെസ്. ഇതിന്റെ വില വരുന്നത് 1999. ഓക്കെ, 2000 രൂപ. ശരി. ഇത് ഞാൻ കണ്ടായിരുന്നു. ഇത് അടിപൊളി ടോപ്പാണ്. അത് മറ്റേ ഭയങ്കര കിടില നെക്കായിരുന്നു. അത് എല്ലാം തിരിച്ചാണ് കാണിക്കുന്നത്. തിരിച്ചു കാണിച്ചപ്പോ ഭയങ്കര വ്യത്യാസം. അടിപൊളിയല്ലേ? യെസ്. ഇത് 1000 രൂപ. അടുത്ത വരുന്നത് മടക്കി തന്നെ വെച്ചേക്കായിരുന്നു. നീ മടക്കി തന്നെ വെച്ചേരണേ. ദാറ്റ്സ് മൈ ലിനൻ പാന്റ്സ്. സിമ്പിൾ ലിനൻ പാന്റ്സ് ടു വെയർ വിത്ത് ഷർട്ട്. ഇങ്ങനെ കാണിക്കുമ്പോ ഓക്കെ, എന്റെ സാധനങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചോ, ഞാൻ പിന്നെ ഫോൾഡ് ചെയ്തോളാം. ഓക്കെ. ഇത്ര സാധനം നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത അതൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചോ. അതിനൊന്നും നീ വേലയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. മോഡലൊന്നും എല്ലാം ഒരേ മോഡൽ തന്നെ. അടിപൊളി ബെൽറ്റ്.
നേരത്തെ ഒരു ബ്ലാക്ക് കൂടെ എടുത്തായിരുന്നു. ആ ബ്ലാക്ക് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആ ബില്ല് 50,000 മുകളിൽ പോയപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ആ ബെൽറ്റ് അവിടെ വെച്ചോ, കുഴപ്പമില്ല. ബില്ലിങ്ങിന്റെ ഇത് നല്ല ബെൽറ്റ് കേട്ടോ, നല്ല ലെതറുള്ള ബെൽറ്റ്. അത് നമുക്ക് വരുന്നത് ഇത് നല്ല ക്യൂട്ട് നൈറ്റ് ഡ്രസ് ആണ്. നമുക്ക് സൂപ്പർ ഒരു കോട്ട് സെറ്റ് ആണ്. കംഫി നൈറ്റ് വെയർ. അത് നമ്മളെന്തോ അടുത്ത ട്രിപ്പ് എന്തോ പ്ലാൻ ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് അത് എവിടെയൊന്നും ഞാൻ പറയുന്നില്ല. അത് എവിടെയെന്നും നമ്മൾ ആരുടെ കൂടെയൊന്നും എങ്ങനെ ഒന്നും പറയണ്ട, എല്ലാ സസ്പെൻസ്. അപ്പൊ അതില് മേടിക്കാനുള്ളൊരു കോട്ട് സെറ്റ് ആണിത്. അത് കഴിഞ്ഞ് അടുത്ത നമുക്ക് വരുന്നത് വെച്ചാൽ നല്ല ഒരു ജീൻസ്, സൂപ്പർ സ്കിന്നി ഹൈ വേസ്റ്റ് ആണിത്. ഹൈ വേസ്റ്റ് ആയിട്ട് എടുക്കാം. വില അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. അടുത്ത് വരുന്നത് that's also swimming costume can be worn as a bodysuit top also. ഒരു 50 ഉണ്ട് ഓസിക്ക്. ഇത് 51ാമത്തെ. ഓക്കേ that's over. എച്ച്എൻഎം ഫുൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത കടയിൽ പോവാം. സഫോറ എന്താണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. വെട്ടിക്കെട്ട് ഡേറ്റ് ആവുന്നില്ല. അടുത്ത് വരുന്നത് ഒരു ടീഷർട്ട് പോലെ. ഇതൊക്കെ സെയിൽ നടന്നാണ്. I don't know, സെയിൽ ഒന്നും അല്ല. 799 വില കുറവാ. വില വരെ കാണാത്തറിയാ. കറക്റ്റ് നല്ല ഡ്രസ് കൊള്ളാം. ഇതുപോലെ ഒരു 20 എണ്ണം കാണും. ഇല്ല, ഇതെനിക്കില്ല. ഇത് ഞാൻ ഈ ടൈപ്പ് മനപ്പൂർവ്വം എടുത്ത കംഫി പാൻസ്. ഇത് ഫോർമലും ബാഗിയും രണ്ടും അതെ എന്റെ ടൈപ്പ്. നല്ല 2000 rupees. കൊള്ളാം, നല്ല സാധനം. Can be worn with shirt as well as t-shirt. ഇത് ശമ്പു ഉണ്ട് ഒന്ന്. ഓക്കെ, ഇത് അതും ലിനൻ പാൻസ്. നേരത്തെ കാണിച്ച 3/4 ആയിരുന്നു, ഇത് ലോങ് ലിനൻ പാൻസ്. സിമ്പിൾ ലൈറ്റ് കളർഡ് ഷർട്ട്സിന്റെ കൂടെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ 50, ഇത് 51. എനിക്ക് ഇതേ സെയിം പിങ്ക് ഉണ്ടായിരുന്നു, സോ ഐ ടുക്ക് ബ്ലാക്ക്. നല്ല സാധനം. 699 കൊള്ളാം. 699 കൊള്ളാം. ആ വിലക്ക് കൊള്ളാമല്ലോ. അത് നൈറ്റ് വെയറാ. യെസ്, ക്യൂട്ട് അല്ലേ? മറ്റേ ഫോറിനിലൊക്കെ ആൾക്കാർ ഇടുന്ന പോലെ. നല്ലതല്ലേ? അതിന്റെ റേറ്റ് പറഞ്ഞില്ല. ഇൻ കേസ് ഇഫ് എനിബഡി വാണ്ട്സ് ടു ബൈ ഇറ്റ് ഫ്രം H&M. 2299. ഇറ്റ്സ് എ ഫുൾ സെറ്റിനാ റേറ്റാ. 2699 ആയിരുന്നു. 400 ഓഫ്. ഭയങ്കര. ഇത് നല്ല സ്വിമ്മിങ് കോസ്റ്റ്യൂം. ഞാൻ 3 സ്വിമ്മിങ് കോസ്റ്റ്യൂം എടുത്തു. എല്ലാം 1 പീസ് ആണല്ലേ? ഇതുപോലെ എവിടെ ഉള്ള പോലെ തോന്നി. ലേഡി സമാചാരം. ഓക്കെ, മീരി എങ്ങടാ? സോ ഇത് കീറിയ ടോൺഡ് ഷോർട്ട്സ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ വിറ്റ് പോകാത്ത ജീൻസ് അവർ കട്ട് ചെയ്ത് വിൽക്കണേണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഫസ്റ്റ് ജീൻസ് വിചാരിച്ചപ്പോ ആദ്യം ഇവിടെ കാണാനില്ല. അങ്ങനെ 2 കവർ നമ്മൾ ടക്കൻ ചെയ്യും. പെർഫെക്റ്റ്. ഇനി നമുക്ക് സെഫോറയിൽ നിന്ന് മേടിച്ച അല്ല, ഒരു കവർ ഉണ്ട് H&Mന്റെ. തന്നെയാണോ അത്? അല്ല, എന്റെ സാധനങ്ങളുണ്ട് അതില്. ആ ഇല്ലേ? ഓ, ഐ തോട്ട് അതിൽ എന്റെ. അപ്പൊ ഞാൻ ഇത്രേ മേടിച്ചുള്ളൂ. സാഡ്. ഇത് മസ്കാരയാണ്. ഇത് ഏത് ബ്രാൻഡ്? Too Faced. Yeah, അത് it's a little expensive, I think. 2500 രൂപ. 2500. So mascara, by the way. ഇത് സ്കിൻ ടിന്റ് ആണ്. മിനിമലിസ്റ്റ് എന്റെ ബ്രാൻഡ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്. അല്ലല്ല, സോറി, ബോബി ബ്രൗണിന്റെ. അത് ബോബി ബ്രൗണിന്റെ ആണ്. ബോബി ബ്രൗണിന്റെ മീഡിയം 1 എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ്. ദാറ്റ്സ് ലൈക്ക് ഐ തിങ്ക് 5000 വരെ ഉണ്ട് കേട്ടോ. 5000. അടുത്ത വാച്ച് കാണിക്കാൻ. അത് സിറുട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. സിറുട്ടിയോ? ആണോ? കാണിച്ചേ. സിറുട്ടി. ഇതിന്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു. ഇത് അവര് ഏതോ കിടിലം ബ്രാൻഡാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മേടിപ്പിച്ചാണ് കേട്ടോ. അതൊരു വിന്റേജ് സാധനമായിരുന്നു. അപ്പൊ എനിക്ക് വിന്റേജ് അകത്തുനിന്ന് ഒരു മൂവി പുഷ് കീറല്ലേ? ആ, യെസ്. നമുക്ക് അങ്ങനെ കാണിക്കാം. സെറുട്ടിനെ. നമ്മൾ സെറുട്ടിയാണ്.
കുഞ്ഞൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ സെറൂട്ടി. Wow, it's a beautiful vintage watch. Nice അല്ലേ? Yes, I loved it. This is like, I don't know, 32,000, right? 32,000. And where is your watch? ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്ന എന്റെ വാച്ചാണ്. കെനത്ത് കോൾ ആണ്. ഞാൻ മര്യാദക്ക് സത്യം പറഞ്ഞാൽ ഈ വാച്ച് കണ്ടിട്ട് നമ്മൾ പോവാന്ന് പറഞ്ഞിരുന്നാണ്. ആ കടക്കാരൻ എന്നെ വെറുതെ എന്നെ കൊതിപ്പിച്ച്. കടക്കാരനല്ല തന്നെ കൊതിപ്പിച്ചേ. ആക്ച്വലി കൊതിപ്പിച്ച ഞാനാണ്. ബിക്കോസ് ആ കടക്കാരന്റെ കൂടെ ഒറ്റയ്ക്ക് താനാണെന്നുണ്ടെങ്കിൽ ശരിയേട്ടാ വേണ്ട ഏട്ടാന്ന് വെറുതെ ഇറങ്ങിയേനെ. എനിക്ക് മേടിച്ച അടുത്ത വാച്ച് എനിക്ക് ഓസിയുടെ കിട്ടിയതാണ്. അങ്ങനെയല്ല ബേബി, കമ്മത്തിട്ട് ഓപ്പൺ ചെയ്യും. കെനത്ത് കോൾ ന്യൂയോർക്ക് ആണ്. ഇവിടെ നോസ്താണ്. How much was this? 20,000. 20,000. ഭയങ്കര ബ്യൂട്ടിഫുൾ വാച്ച് ആണ് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ടൈൽ എനിക്കില്ല. അശ്വിന്റെ വാച്ച് മാത്രമായല്ലേ 52. അയ്യോ വാച്ച് എവിടെ? ഓ വെട്ടി കാണിച്ചു കൊടുക്ക്. I want it, you get it. I want it, I get it. I want it, I get it. ആ പാട്ടിടല്ലേ, I want it, I get it. ഇതിനൊരു ബ്ലൂ കളർ ടിന്റ് വരുന്ന പോലത്തെ ഡിസ്പ്ലേ ആണെന്ന് അവർ എടുത്ത് പറഞ്ഞത്. ഓൾസോ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് തന്നെ ഊര സമ്മതിക്കത്തില്ല ഇയാള്. കൊന്നാലും എന്നെ ഊര സമ്മതിക്കില്ല. ഒന്ന് ഇട്ട് കാണിച്ച കയ്യില്. എന്താ ഇട്ട ഇപ്പൊ എന്താണ്? കുഴപ്പമില്ല, ഇട്ട് കാണിക്കേ. ഓട്ടോമാറ്റിക് ആണെന്ന് അറിയാലോ നിനക്ക്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ സഹായം വേണ്ട, നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് വെച്ച് റൺ ആവും. കൈ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലേ ഫുൾ ടൈം. എനിക്കറിഞ്ഞൂടാ ഇന്നത്തെ കടക്കാരനാണെന്ന് പറഞ്ഞു തന്നത്. അല്ല, തനിക്ക് പറയുന്ന ഇടത്തുനിന്ന് ഓട്ടോമാറ്റിക് വാച്ച് വേറെ ഇല്ലെന്ന്. പാവം ഉണ്ട്, ഫോസിലിന്റെ ഓട്ടോമാറ്റിക് വാച്ചേ ഇല്ല. എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്ന് ഞാൻ അതാ പറയാ, പിന്നെ എടുക്കാം. ശരി, എന്നാ അടുത്ത അശ്വിൻ ഗണേഷിന്റെ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ? അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അശ്വിൻ ഗണേഷിന്റെ കളക്ഷൻസ് കാണിക്കുന്നത് ഞാനാണ്. ഇതെനിക്ക് അവസാനം എടുത്തതാണ്. ഇതൊരു ന്യൂഡ് ബീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. വെരി ക്യൂട്ട് സ്വെറ്റ് ഷർട്ട്. ദിസ് ഇസ് 799. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള. എനിക്ക് അതുപോലെ മടക്കി തരണേ. I do it so beautifully, no? എനിക്കത് അറിയില്ല. ഇത് അശ്വിന്റെ ഷോർട്സ്. ഇതുപോലെ 1000 ഷോർട്സ് ഞാൻ ഇവന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പല 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 ബ്രാൻഡുകളിൽ നിന്ന്. പക്ഷെ ഞാൻ ഞാൻ ഇട്ട് കണ്ടില്ല. ഇടാൻ സമ്മതിക്കാറില്ല. കഴിഞ്ഞാൽ പറയും ഞാൻ ഇടാൻ അനുവദിച്ചില്ല എന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാൻ ഓഫീസിലെങ്ങനെ ഒരു ഇരുന്ന് ഞാൻ അറിയുന്ന പോലെ എന്തിട്ടുണ്ട് ഇറങ്ങുന്നത് കാണാറില്ല. സത്യം പറഞ്ഞത് കാണുന്നില്ല. അതാണ് സത്യാവസ്ഥ. പുതിയതായ സ്റ്റുഡിയോയിലൊക്കെ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എനിക്കുണ്ട് എല്ലാ ഡ്രസ്സും ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 1 by 1 കണ്ടുപിടിക്കാൻ പറ്റും എല്ലാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ടോപ്സ് ഇതിലും ഉണ്ടെന്ന്. എന്റെ സ്ലീവ്ലെസ് ടോപ്പ് ഞാൻ ഇതേപോലത്തെ ഗ്രേയും എടുത്തു, ബ്ലാക്കും എടുത്തു, വൈറ്റും എടുത്തു. ഷർട്സിലേക്ക് അകത്തില്ല. ഇതുപോലത്തെ ഇതേ സെയിം നിന്റെ ലംബണ്ണുണ്ട്. Okay, this is 799. I don't think that's worth 799 because Ashwin's അടുത്ത് കിട്ടുന്ന സ്വെറ്റ് ഷർട്ട് ഒക്കെ 799. But you still took it. I still took it because I didn't look the rate. Look at the rate. Sorry. ഇത് എന്റെ ജീൻസ്. ഇതാണ് Ashwin Ganesh നേരത്തെ എന്റെ തപ്പിക്കൊണ്ടിരുന്ന ജീൻസ്. This is a 3/4 jeans. Looks pretty comfortable, right? This is my jeans. നിന്റെ ഒന്നും തീർന്നിട്ടില്ലല്ലേ അപ്പൊ? പിന്നെ എനിക്ക് വേണ്ടി കമ്മൽ എടുത്തായിരുന്നു. ഇതുപോലെ എത്ര ഉണ്ട് കാരണം അതിന്റെ ഒരു. അയ്യോ എനിക്ക് ഈ പാന്റ് വല്ലാതെ ഇഷ്ടമായിട്ടാ. ഒരു രക്ഷയില്ലാത്ത പാന്റ്. എന്ത് മെറ്റീരിയൽ ആണോ എന്തോ. ഇത് എനിക്ക് ഭയങ്കര ലോങ്. അശ്വിന്റെ അത് കറക്റ്റ് മറ്റേ ഇവിടെ വന്ന് നിൽക്കുന്ന പോലത്തെ ലെങ്ത്. വെരി കംഫർട്ടബിൾ. നല്ല കാറ്റൊക്കെ കയറി വന്നാൽ ഓവറാക്കിയാണ് ഇരുന്നത്. ഓക്കെ, ഇത് ഞാൻ അശ്വിന് വേണ്ടി ഇത് ഞാനേ കണ്ടില്ല, നോക്കിയില്ല. അത് ഞാൻ ലാസ്റ്റ് മിനിറ്റ് പോയി എടുത്തങ്ങ് ബില്ല് ചെയ്തതാണ്. ദിസ് ഇസ് ലൈക്ക് 799. ലൂസ് ഫിറ്റ് ടീഷർട്ട് ഞാൻ കണ്ടില്ല. ഞാൻ കുറെ നാളായി ലൂസ് ഫിറ്റ് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കുറെ നാളായി ഞാൻ ലൂസ് ഫിറ്റ് ഇട്ടിട്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത കാർഗോ ഫിറ്റിലുള്ള ജീൻസ് ആണ്. ഇത് കൊള്ളാല്ലേ, നല്ല കളർ. ഇങ്ങനത്തെ ബ്ലാക്ക് എനിക്കില്ല, ഞാൻ ഇടാറില്ല. ഐ റിയലി ഹോപ്പ് ദിസ് വിൽ ബി കറക്റ്റ് ഫോർ മീ. കാരണം പൊതുവെ എനിക്കിങ്ങനെ എടുക്കുമ്പോ ചിലതൊക്കെ കറക്റ്റ് ആവാറില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവും. നല്ലതല്ലേ? കറക്റ്റ് ആവുമായിരിക്കും അല്ലേ? ഇത് ശ്രമിക്കാം.
ശരിയാ, സെറ്റാക്കാം അല്ലേ? സെറ്റാക്കാം. അടുത്തത് വന്നിട്ട് എന്റെ വേറെ ജീൻസ് ആണ്. എന്റെ ഡാർക്ക് ബ്ലൂവിലുള്ള ബൂട്ട് കട്ട് ജീൻസ് ആണ്. ഇത് ഞാൻ 36 ആണ് എടുത്തത്. കാരണം ഹൈ വേസ്റ്റ് ആണ് ഇടുന്നത്. എനിക്ക് I don't know, I really hope it fits me. Do you think it fit me? നോക്കാം. ഒരു മാസം ഉണ്ടല്ലോ എന്തായാലും മാറ്റാൻ. ഞാൻ ചെയ്ത് നോക്കുന്നത് പലരും വിചാരിക്കും എന്താണെന്ന്. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കും. നമ്മളൊരു ജീൻസ് എടുത്തിട്ട് നമ്മുടെ കഴുത്തിന്റെ ചുറ്റും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ആ ജീൻസിന്റെ 2 ടിപ്പും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എത്തുമെങ്കിൽ ആ ജീൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആവും. ഇൻ കേസ് ആ ജീൻസ് ഇങ്ങനെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജീൻസ് ഭയങ്കര ലൂസ് ആയിരിക്കും. ഒട്ടും എത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട, നിങ്ങൾക്ക് കയറൂല. താങ്ക് യു. ഐ മീൻ യു വെൽക്കം ഫോർ ദ ടിപ്പ്. ഇത്രയും പറഞ്ഞിട്ട് ഓസിക്ക് പലതും കേറാറില്ല. ഹലോ, നീ കേറാറുണ്ട്. അടുത്തത് വന്നിട്ട് എന്റെ വേറൊരു ജീൻസ് ആണ്. ഇത് തീർച്ചയായും തന്റെ ജീൻസ് എവിടെ ഇടും? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അശ്വിന്റെ ജീൻസും അശ്വിന്റെ ടീഷർട്ടും അവൻ ആ കടയിൽ വെച്ചിട്ട് വന്ന് ബില്ല് ചെയ്തില്ല. ആള് സ്ട്രെസ് ആയിട്ട് ഇപ്പൊ H&M ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും ഭംഗി ആ ജീൻസ് ആയിരുന്നു അല്ലേ. ഇവിടെ ഒരാളുടെ വിഷമം ഇപ്പൊ ഞാൻ ഒന്ന് തീർത്തു കൊടുത്തു. ഓൺലൈൻ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു. ഇതാണ് ആകെ എടുത്തോണ്ട് വന്നത് പൊട്ട്. ബാക്കി എന്റെ സാധനങ്ങൾ കാണിക്കേ. ബാക്കി അടിച്ച് ഞാൻ ശരിയാക്കി. ഞാൻ 28 വയസ്സാകുമ്പോ ഇടാൻ മാറ്റി വെക്കാൻ പോവാ. പിന്നെ 2 വർഷത്തിൽ ഞാൻ ചക്ക വെട്ടിയിട്ട പോലെ ആവൂലെ. പോയെ കറക്റ്റ് ആവും. ഞാൻ അത് എടുത്ത സൈസ് നോക്ക്, നോക്ക്. ഞാൻ മുൻകൂട്ടി കണ്ടോണ്ട് തന്നെ എടുത്തത്. കൊച്ചൊക്കെ ജനിക്കാൻ നേരത്ത് ഞാനേ അത് കൊച്ചിനിട്ട് കൊടുത്തോളാം. എന്നാ കരയണ്ട. മൈ ലൂസ് ഫിറ്റ് ടീഷർട്ട്, ദ സ്മാഷിംഗ് പംകിൻസ്. Intoxicated with the madness, I'm in love. Look at my back എന്ന് അവര് തന്നെ എഴുതിയിട്ടുണ്ട്. Intoxicated with the madness, I'm in love with my sadness. അയ്യേ, ഒട്ടും കൊള്ളില്ല. നേരത്തെ കാണിച്ച വൈറ്റിന്റെ ഗ്രേ. എക്സ്ക്യൂസ് മീ, എനിക്ക് എസ് ലൂസ് ആയിരിക്കും. അങ്ങനെ അത് കാർഡിഗൻ. കാർഡിഗൻ തിരിച്ചു കാണിക്കേ. തിരിച്ചു കാണിക്ക. ഒരു മെറൂൺ കാർഡിഗൻ. നൈസ്. അടുത്ത. ഓ, ഐ ലവ് ദിസ്, ഐ ലവ് ദിസ്. അങ്ങനെ ചേർക്കണ്ട. അങ്ങനെ വെച്ചവിടെ. അതെന്റെയാ. ഏയ് അങ്കവൈ, അത് എന്നോടത്. The last but not the least, നേരത്തെ കാണിച്ച വൈറ്റിന്റെയും ഗ്രേന്റെയും ബ്ലാക്ക്, വിച്ച് ഇസ് ബോറിംഗ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടെ പെട്ടിക്കകത്ത് കയറ്റി ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പം നമ്മുടെ ഈ ഒരു ചെന്നൈ ഫുൾ അലമ്പ് വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഹലോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you all soon, like very very soon. നമുക്ക് കുറെ കിടിലൻ വ്ളോഗ്സ് വരുന്നുണ്ട്, എക്സൈറ്റിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്, കുറെ റെനോവേഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ആദ്യം വരാൻ പോകുന്ന നമ്മുടെ ഓഫീസ് റെനോവേഷൻ ആണല്ലേ. ഓഫീസ് റെനോവേഷൻ നിങ്ങൾ കാണേണ്ടതാണ്. ഐ റെനോവേറ്റഡ് ഇൻ എ വെരി ക്യൂട്ട് വേ. സോ അതിന്റെ വ്ളോഗ് വരുന്നുണ്ട്. സോ ഓൾ ഓഫ് യു സ്റ്റേ ട്യൂൺ ഫോർ മോർ ഓസം അപ്ഡേറ്റ്സ്. അപ്പൊ see you all soon. Till then, bye.